ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരാണ് കോണുകൾ. അപ്പോൾ ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാലോ. അപ്പോൾ വരകൾ ചേരുമ്പോൾ ഇവിടെ തന്ന 3 പിക്ചർ നോക്കിക്കേ. അല്ലേ വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ബുക്കോ ഫോണോ ടി വിയോ അതൊക്കെ എന്ത് ഷേപ്പാണ്? ചതുരമാണ് അല്ലേ. ചിലത് സമചതുരമായിരിക്കും, ചിലത് ചതുരമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം കോണുകൾ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂപത്തിനാണ് നമ്മൾ കോണ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ നോക്കിക്കേ, ഇങ്ങനെ ഒരു ലൈന് അല്ലേ, ഒരു വര, ഇങ്ങോട്ടൊരു വര. അപ്പോൾ 2 വരകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതാ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ, ഇതാണ് ബിന്ദു, ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇതാണ്, ഇവിടെയാണ് ഈ രൂപമാണ് എന്ത്, ആംഗിൾ എന്ന് പറയുന്നത്. അതായത് കോണുകൾ, ഇതാണ് കോണുകൾ. ഇനി ഇങ്ങനെ 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു കോണുണ്ടായി. ഇനി നമുക്ക് ഇങ്ങനെ 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു കോണുണ്ടായി അല്ലേ. ഇത് വലിയ കോണ്, ഇത് അതിനേക്കാൾ കുറച്ച് ചെറുത്, ഇത് അതിനേക്കാളിൽ കുറച്ചുകൂടെ ചെറുത്. ഇങ്ങനെ വേണമെങ്കിലും അല്ലേ, എങ്ങനെയായാലും 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്, കോണുകൾ. ഇനി മക്കൾ നോക്കിക്കേ, ഇവിടെ ഒരു ചതുരം തന്നിട്ടുണ്ട്. ഈ ചതുരത്തിൽ എത്ര കോണുകളുണ്ട്? എത്ര 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്? ഇവിടെ നോക്കിക്കേ, ഈ ഒരു ലൈനും ഇവിടെയും അല്ലേ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു കോണുണ്ടാവുന്നു. ഈ ഒരു ലൈന്, ഈ ഒരു ലൈൻ, അപ്പോൾ ഇവിടെ ഒരു കോണ്. ഇനി ഈ ഒരു ലൈനും താഴോട്ടൊരു ലൈനും, അപ്പോൾ ഈ 2 ലൈനും കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു കോണുണ്ടാവുന്നു. അതുപോലെ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും കൂട്ടിമുട്ടുമ്പോൾ അല്ലേ, ഓരോ മൂലകളിലും എന്താണ്, ഓരോ കോണാണ്. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഓരോ മൂല ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാ ലാസ്റ്റ് ഇവിടെയും. അങ്ങനെ ഒരു ചതുരത്തിൽ എത്ര കോണുണ്ട്? 4 കോണുകളുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരേ വലുപ്പം തോന്നിക്കുന്ന 2 കോണുകൾ വീതം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇവിടെ 2 കോണുകൾ വരച്ചിട്ടുണ്ട്. 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ 2 കോണുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിൽ ഏതാ വലുത് ഏതാ ചെറുതെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ ഏതാ വലുത് ചെറുത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ബുക്കിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്കങ്ങനെ വെച്ച് നോക്കി എടുക്കാൻ പറ്റുമോ? അത് കഷ്ണം മുറിച്ചെടുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനൊരു ട്രിക്ക് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക നോക്കാം. അപ്പോൾ ഒരു കോണ് കിട്ടിയാൽ അത് ചെറുത് ഏതാ വലുത് ഏതാ അതിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ സൂത്രം. ഇതിന് നമ്മൾ എന്താ പറയുക? പ്രൊട്രാക്ടർ അല്ലെങ്കിൽ കോൺ മാപ്പിനി എന്ന് പറയും. അപ്പോൾ മക്കൾ നോക്കിക്കേ, ഈ പ്രൊട്രാക്ടറിൻ്റെ നടുക്ക് ഇതാ ഇവിടെ ഒരു ലൈന് കണ്ടോ? ഇതാണ് ഇതിൻ്റെ നടുക്കുള്ള ഈ ഒരു ബിന്ദു എന്ന് പറയുന്നത്. പിന്നെ നോക്കാം, ഇവിടെ 0 മുതൽ 0, 10, 20, 30, 40 അങ്ങനെ തുടങ്ങി ഉൾവശത്ത് 180 വരെ നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ പുറം ഭാഗത്ത് 0, 10, 20 തുടങ്ങിയിട്ട് പുറം ഭാഗത്തും എന്തുണ്ട്, 180 വരെ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഉള്ളിലും പുറത്തും 180 വരെ പ്രൊട്രാക്ടറിൽ കൊടുത്തിട്ടുള്ളത്? അത് ഒരു രീതിയിൽ അളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലതുവശത്തേക്ക് വായി തുറന്നിരിക്കുന്ന ഭാഗമാണെങ്കിൽ ഈ 0 മുതലാണ് നമ്മൾ അളവ് നോക്കുക. ഇടതുവശത്തേക്ക് വായി തുറന്നിട്ടുള്ളതാണെങ്കിൽ ഈ 0 മുതലാണ് നമ്മൾ അളവ് നോക്കുക. അത് നമുക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവും കേട്ടോ. പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ 0, ഇതാ ഈ ഒരു ലൈനാണ് 0. ഈ 180 മക്കൾ മനസ്സിൽ നിന്ന് വിട്ടാളി. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ഇതിൻ്റെ ചെറിയ വര നോക്കിക്കേ, 1, 2, 3, 4, 5. ഇതെത്തുമ്പോൾ 5ആയി, 6, 7, 8, 9, 10. അപ്പോൾ ഇത് 10. അപ്പോൾ അതിൻ്റെ നടുക്കുള്ളത് ഓരോന്നും 1, 2 അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അളവെടുക്കുന്ന സമയത്ത് ഇവിടെയാണ് പിന്നെ നമ്മുടെ അളവ് വരുന്നത്, വര വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയാണ് വര വരുന്നതെന്ന് വിചാരിക്കുക, ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ 10 ആണ്, 11, 12, 13 അങ്ങനെയാണ് നമ്മൾ ആ ഒരു 1 വെച്ചിട്ട് അല്ലേ, 1 വെച്ചിട്ട് അങ്ങനെ എണ്ണി നോക്കണം കേട്ടോ. പിന്നെ എങ്ങനെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടതെന്ന് ഞാൻ കാണിക്കേ. ഞാൻ ബോർഡിൽ ഒരുപാട് കോണുകൾ വരച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓരോന്നും എങ്ങനെയാണ് അളക്കുന്നത് നോക്കാം. ഫസ്റ്റ് എൻ്റെ ഒരു പഴയ പ്രൊട്രാക്ടറാണ് കേട്ടോ ഉള്ളത്. അപ്പം നമുക്കത് വെച്ചിട്ട് ഒന്ന് അളക്കാം. ഫസ്റ്റ് മക്കൾ പ്രൊട്രാക്ടർ വെക്കുന്ന സമയത്ത് ഈ ഒരു നടുക്കുള്ള ഈ ഒരു ലൈനില്ലേ, അത് കറക്റ്റ്
കറക്റ്റ് ഇവിടെ തന്നെ വെക്കണം. ഇവിടെ ബിന്ദുവിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിരിക്കും. അതുപോലെ ഈ താഴെയുള്ള ലൈന് ഇങ്ങനെ വെക്കുമ്പം കറക്റ്റായിട്ട് ഈ ലൈനിൽ വെക്കണം. മനസ്സിലായോ? 0 എവിടെയാണോ ആ ഒരു 0ൻ്റെ ലൈൻ ചില പ്രൊട്രാക്ടറിൽ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു 0ൻ്റെ ആ ലൈനില്ലേ അത് കറക്റ്റ് ഈ വരയിൽ തന്നെ വെക്കണം. അപ്പോൾ ഇവിടെ 0 ആണ്. സൂം ചെയ്ത് ശ്രദ്ധിച്ച് നോക്കിക്കേ. അപ്പോൾ 0ൽ കറക്റ്റാണ്. അപ്പം നോക്കുക. അപ്പോൾ ഈ ലൈൻ ഇങ്ങോട്ടല്ലേ പോണത്, താഴെയുള്ള ലൈന് ഈ ഭാഗത്തേക്ക്, അതായത് വലതുവശത്തേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള 0 എന്നാണ് തുടങ്ങേണ്ടത്. അങ്ങോട്ടാണ് പോണെങ്കിലാണ് അവിടെയുള്ള 0 വന്ന് തുടങ്ങേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ഈ ലൈന് നീണ്ടു കിടക്കുന്നതിനോണ്ട് തന്നെ ഇവിടെ 0, 10, 20, 30 കഴിഞ്ഞിട്ട് എത്ര എമ്മലാ? ഇത് മാർക്കർ കൊണ്ട് വരച്ചതുകൊണ്ട് തന്നെ പക്ഷെ കട്ടിയിലാണ് അല്ലേ. അപ്പോൾ നമുക്കത് തീരുന്ന സ്ഥലത്ത് എടുക്കാം. അപ്പോൾ 30 കഴിഞ്ഞാൽ 31, 32, 33, 34, 35. നിങ്ങൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ഷാർപ്പായിരിക്കും. അപ്പോൾ 35 ഡിഗ്രിയാണ് ഇതിൻ്റെ അളവ്. ഡിഗ്രി എന്നാട്ടോ പറയാം. നമ്മൾ കോണിൻ്റെ അളവിന് 35 ഡിഗ്രിയാണ്. ഡിഗ്രി എന്നുള്ളതിന് നമ്മളിങ്ങനെ ചെറിയൊരു 0 പോലെ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ അടുത്തതിന് നമുക്ക് അളന്ന് നോക്കാം. അടുത്തത് ഏതാ? ഇവിടെ മുകളിൽ ഇത് സൂം ചെയ്ത് കറക്റ്റ് ഇവിടെ വയ്ക്കുക. എന്നിട്ട് നേരെ ആ 0ൻ്റെ ലൈനും ഈ താഴെയുള്ള ലൈനും നേരെയാക്കി ഈ 0 എന്ന് തുടങ്ങുക. 0, 0, 10, 20, 30, 40, 50. 50 കഴിഞ്ഞാൽ 54 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 54 ഡിഗ്രി എന്ന് എഴുതാം കേട്ടോ. ഇനി അടുത്തത് നോക്കാം. നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ എങ്ങനെയാന്ന്. ഇനി അടുത്തത് ഇതാണ്. ഇതും കറക്റ്റ് ഈ നടുക്കുള്ള ലൈൻ ഇവിടെ വെക്കുക. താഴെയുള്ള ലൈനാണ് നമ്മൾ റെഡിയാക്കേണ്ടത് കേട്ടോ. 0ൻ്റെ ലൈനുമേൽ താഴെയുള്ള ലൈന് റെഡിയാക്കുക. എന്നിട്ട് ഇത് ഏത് ഭാഗത്തേക്കാണ് ലൈന് പോണത്? ഈ വര പോണത് ഇങ്ങോട്ടാണ് അല്ലേ, ഇടത് ഭാഗത്തേക്കാണ് വായ തുറന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 0 മുകളിലുള്ള 0 നോക്കേണ്ടത്. ഈ ഭാഗത്തേക്ക് ലൈൻ ആയതുകൊണ്ട് മുകളിലുള്ള 0 പോയി 10, 20, 40, 50, 60, 80, 90 ഉണ്ടോ? 90 ഇല്ല. 85 അല്ലേ. അപ്പം നമുക്കിവിടെ 85 ഡിഗ്രി എന്ന് എഴുതാം. ഇനി അടുത്ത കോണ് ഇവിടെ നമുക്ക് ഇതുപോലെ വയ്ക്കാം. 0ൻ്റെ ലൈന് ശരിയാക്കുക. ഈ ഒരു മൂലയും റെഡിയാക്കുക കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇത് ഈ ഭാഗത്തേക്കല്ല ലൈന് പോണ്. അപ്പോൾ താഴത്തെ 0. അപ്പോൾ ഇതാ ഇവിടെ 30 കഴിഞ്ഞ് ഒരു 33. അപ്പോൾ ഇവിടെ നമുക്കൊരു 33 ഡിഗ്രി എന്ന് എഴുതാം. ചില സമയം ഇതിനൊരു കളിയുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ളൊരു കോണാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊട്രാക്ടറിനെ ഒന്ന് അങ്ങോട്ട് ചെരിക്കുക. അപ്പോൾ ഇതൊന്നും ചെരിഞ്ഞു വരുത്. ഈ താഴെ ലൈനും ഈ ഒരു ലൈനും ചെരിയരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈൻ ഇതാ ബിന്ദു റെഡിയാക്കി. താഴെയുള്ള ലൈന് 0ൻ്റെ ലൈന് ഇതിമേലും റെഡിയാക്കി. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ വര പോകുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലുള്ള 0ൽ നിന്ന് തുടങ്ങി ഇതാ പോയി 70-ലാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 70 എന്ന് എഴുതാം. ഇനി അടുത്തത് ഈ ഒരു കോണ് നോക്കാം. ഇതും നമുക്ക് ഈ പോയിൻ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഈ 0ൻ്റെ ലൈന് കറക്റ്റ് ആവണം കേട്ടോ. കറക്റ്റ് ആക്കുക. നിങ്ങൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക. എന്നിട്ട് ഈ ഭാഗത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ അത് എത്രയാണ് വരുന്നത്? 85 അല്ലേ. അപ്പോൾ ഇവിടെ 85 ഡിഗ്രി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് കോണ് തന്നാലും അളക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത വലിപ്പത്തിലുള്ള കോണുകൾ അളക്കാൻ മക്കൾക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതുപോലെ നേരെയുള്ള ലൈനാണ് മുകളിലോട്ടുള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ വരയ്ക്ക് ലംബമാണ് ഈ വര, കുത്തനെയാണ് അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കോണുകൾ വരയ്ക്കുക. ഇങ്ങനെയല്ല കേട്ടോ വരയ്ക്കുക. എങ്ങനെയാണ്? ഇങ്ങനെ ഈ ഒരു ചതുരം പോലെ അങ്ങനെയാണ് വരയ്ക്കുക. നേരെ മറിച്ച് നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള കോണുകൾക്കാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലേ. ഇങ്ങനെയൊക്കെ ഉള്ള കോണാണ് ഇങ്ങനെ. നേരെ മറിച്ച് ഈ 90 ഡിഗ്രി ഉള്ള കോണാണ് ഈ ലംബമായിട്ട് വരുന്നത്. അതിന് ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കോണ് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക.
എന്നിട്ട് ഈ ഭാഗത്തേക്കാണ് ലൈന് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 0-ൽ നിന്ന് തുടങ്ങി 90. കണ്ട മക്കളെ, 90 കേട്ടോ. 90 കോണിന് നമ്മൾ പറയുന്ന പേരെന്താണ്? മട്ടകോൺ. അപ്പോൾ ഈ ഒരു ലൈനിന് ലംബമാണ് ഈ ഒരു ലൈന്. ഇനി നിങ്ങൾക്കറിയാം, ഈ മട്ടകോണിന് ഒന്നെങ്കിൽ ചെറുത് ആയിരിക്കും ചില കോണുകൾ, അല്ലെങ്കിൽ വലുതായിരിക്കും. മട്ടകോണിനെക്കാട്ടിലും 90-നെക്കാട്ടിലും ചെറിയ കോണാണെങ്കിൽ എങ്ങോട്ടാ? ഇതിൻ്റെ ഉള്ളിലോട്ടാണ് അളവുണ്ടാവുക. ഇങ്ങനെ ഇതിപ്പോൾ മട്ടകോണാണ്. അപ്പോൾ ഒന്നും കൂടെ അങ്ങനെ കുറച്ചിട്ട് ഒരു കോണാണെങ്കിൽ അത് അതിൻ്റെ ചെറുതായിരിക്കും. പിന്നെ ഒന്നും കൂടെ അങ്ങനെ കുറച്ചിട്ട് അല്ലേ, അതൊക്കെ എന്താണ്? ചെറിയ കോണായിരിക്കും. നേരെ മറിച്ച് ഈ ലൈൻ അങ്ങോട്ടാണ് പോകണമെങ്കിൽ, ഇങ്ങനെയാണ് പോകണമെങ്കിൽ, ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് പോവുകയാണെങ്കിൽ അത് വലിയ കോണായിരിക്കും. നേരെ മറിച്ച് ഇത് ഉള്ളോട്ട് ഇങ്ങനെ ചെറുതായി വരികയാണെങ്കിൽ അത് ചെറിയ കോണായിരിക്കും. അപ്പോൾ ഇത് എത്രയായിരിക്കും? മട്ടകോൺ എപ്പോഴും 90 ഡിഗ്രി, 90 ഡിഗ്രി ആയിരിക്കും. ഇനി പേജ് നമ്പർ 13-ൽ 4 കോണുകളുടെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ അത് അളന്ന് എഴുതണം. അപ്പോൾ മക്കളിപ്പം പഠിച്ചിട്ടുണ്ടല്ലേ അളക്കൽ എങ്ങനെയാന്ന്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കോണ് നോക്കിക്കേ, സെൻറ്ററിൽ നടുക്ക് ഈ ബിന്ദുവിൽ കൊണ്ടുപോയി വെച്ചു, 0 കണക്കാക്കി. ഈ ഭാഗത്തേക്കാണല്ലേ ഈ ലൈന് പോകുന്നത്, ഈ വര പോകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള 0-ൽ നിന്ന് തുടങ്ങി ഏതായാലും എവിടെ എത്തും? കറക്റ്റാക്കുമ്പോൾ 60 കേട്ടോ, 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് 60 ഡിഗ്രി എന്ന് എഴുതാം. അടുത്ത കോണ് നോക്കിക്കേ, ഭാഗത്തേക്ക് 90 ഡിഗ്രിയിൽ നിന്ന് കുറവാണല്ലേ, ആ ആംഗിൾ ഇങ്ങോട്ടാണ്, കോണ് ഇങ്ങനെ ഇങ്ങോട്ടാണ് ലൈന് വരുന്നത്. അപ്പോൾ അത് 60. അപ്പോൾ അതിനേക്കാൾ ചെറിയ കോണാണ് അല്ലേ. ഇനി ഇത് നോക്കിക്കേ, കറക്റ്റ് റെഡിയാക്കി വെക്കുക. റെഡിയാക്കി വെച്ചാൽ ഈ ലൈൻ ഇങ്ങോട്ട് തന്നെയാണ് പോണത്. അപ്പോൾ ഇവിടെയുള്ള 0-ൽ നിന്ന് തുടങ്ങി 10, 20, 30, 40, 100 എത്തി, പിന്നെ 130 കേട്ടോ. അപ്പോൾ ഇത് 90 ഡിഗ്രിയെക്കാട്ടിലും അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ വലിയ കോണാണ്. അപ്പം 130 ഡിഗ്രി. മുകളിലുള്ള ആ ചെറിയതിടുന്നത് ഡിഗ്രി എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ഈ ഭാഗത്തേക്കുള്ളൊരു കോണാണ്. അപ്പം നമുക്ക് ഇതൊന്ന് കറക്റ്റാക്കി വെക്കാം. അപ്പോൾ ഇതെത്രയാ? ഈ ഭാഗത്തേക്ക് അതിനോണ്ട് മുകളിലുള്ള 0 മുതൽ ഇവിടെ 60 വരെയാണ് കേട്ടോ. അപ്പോൾ 60 ഡിഗ്രി. അപ്പം ഇത് ഈ വശത്തേക്കുള്ള വലത് വശത്തേക്കുള്ള 60 ഡിഗ്രി, ഇത് ഇടത് വശത്തേക്കുള്ള 60 ഡിഗ്രി. രണ്ടും 60 ഡിഗ്രി തന്നെയാണ്, പക്ഷെ 2 തരത്തിലാണ് കോണുകളുള്ളത്. ഇനി 4-മത്തെ ചിത്രം നോക്കിക്കേ, ഇങ്ങനെ. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഈ ലൈന് വെച്ചിട്ട് ഇത് ഇവിടെ 0 റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് ഇവിടെ എടുക്കുമ്പം ഈ 0 മുതൽ ഇങ്ങനെ നോക്കി 130 വരെ. അല്ലെങ്കിൽ ഈ ലൈനാണ് നോക്കുന്നത്. ഏത് ലൈന് നമുക്ക് നോക്കാം? മഞ്ഞുകൊണ്ട് ഈ ലൈന് നോക്കിയിട്ട്, ഈ ലൈന് നോക്കുകയാണെങ്കിൽ ഈ വര ഇങ്ങോട്ടല്ലേ പോണ്. അപ്പോൾ ആ 0 നോക്കേണ്ടി. 0 നോക്കി ഉള്ളിലുള്ള 130. അപ്പോൾ ഏത് രീതിയിലാണ് മക്കൾ വെക്കുന്നതെന്ന് വിചാരിച്ചാൽ ആ രീതിയിൽ ഇവിടെ 130 ഡിഗ്രി. അപ്പോൾ 2 130 ഡിഗ്രിയും 2 60 ഡിഗ്രിയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ആ പേജിൽ തന്നെ കുറച്ച് കോണ് അതേ അളവിൽ നോട്ടിലേക്ക് വരയ്ക്കാനുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ 50 ഡിഗ്രി ഈ ഭാഗത്തും 50 ഡിഗ്രി ഈ ഭാഗത്തും 4 സെൻറ്റിമീറ്ററാണ് താഴെ വശത്തിൻ്റെ നീളം. അതുപോലെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അവയുടെ അളവുകളും. അപ്പം നമുക്കത് വെച്ച് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ഫസ്റ്റ് വൺ ആദ്യം 4 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ സ്കെയിൽ എടുക്കണം. എന്നിട്ടോ സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ അളവിൽ വരയ്ക്കാം. ഈ 0 മുതൽ 4 വരെ ഒന്ന് വരച്ചേ. 4 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി ഈ ഭാഗത്ത് 50 ഈ ഭാഗത്തും 50 അല്ലേ. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. അതിനുശേഷം ആദ്യം ഒരു ഭാഗത്ത് വെക്കുക, ഇവിടെ വെക്കുക, കറക്റ്റായിട്ട് വെക്കുക. 0ൻ്റെ ലൈന് റെഡിയാക്കുക. എന്നിട്ട് ഈ ഭാഗത്തേക്കുള്ള 50 കണ്ടോ, 50 എവിടെയാ? ഈ ഭാഗത്തേക്കുള്ള 50 ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു കുത്തിടുക. അതിനുശേഷം ഈ ഭാഗത്തും അതേപോലെ 50-ൽ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ മുകളിലുള്ള 0-ൽ നിന്ന് തുടങ്ങി ഇവിടെയും കുത്തിടുക. എന്നിട്ട് ആ 2 കുത്തുകളും തമ്മിൽ ഞാനിപ്പോൾ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ടും അങ്ങോട്ടും യോജിപ്പിക്കണം. ഇങ്ങനെ അതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ടും യോജിപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് എന്നിട്ട് ഇത് ബാക്കി ഭാഗം അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി. യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ 2 വരകളും തമ്മിൽ കൂട്ടിമുട്ടല്ലോ. അപ്പോൾ ഇവിടെ 50, ഇവിടെ
50 എന്ന് എഴുതാം. നോട്ടിൽ വരയ്ക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇനി അടുത്തത് 5 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഭാഗത്ത് 30ഉം ഒരു ഭാഗത്ത് 90ഉം ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്റർ അളവിലൊരു ലൈൻ വരയ്ക്കാം. വരച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കറക്റ്റ് വെക്കുക. ഇങ്ങോട്ടാണ് ലൈന് പോണത്. അപ്പോൾ ഇവിടുത്തെ 0 അല്ലേ, ഇവിടുത്തെ 0 മുതൽ 30 കുത്തിടുക. എന്നിട്ട് ആ 30ലേക്കുള്ളത് ആദ്യം വേണമെങ്കിൽ നേരെ അങ്ങോട്ട് വരച്ചോളി. പിന്നെ നിങ്ങൾക്ക് കുത്തോണ്ട് സംശയം വേണ്ട. സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടോ. ഞാൻ വരച്ചിക്കൊന്ന് റഫായിട്ടൊന്ന് കാണിച്ചു തരികയാണ്. ഇനി ഈ ഭാഗത്ത് വെക്കുക. അപ്പോൾ ഇങ്ങോട്ടാണ് ലൈന് പോണത് അല്ലേ. ഭാഗത്തേക്കൊന്നുമില്ലല്ലോ, ഈ ഭാഗത്തേക്കാണ് ലൈന് പോണത്. അപ്പോൾ ഇവിടെ ഉള്ള 0 വന്ന് ഇവിടെ എത്ര വേണം? 90. കണ്ടോ, ഈ ഭാഗത്ത് 90ആണ് കോണ്. അപ്പോൾ ഇങ്ങനെ പോയി 90ലൊരു കുത്തിടുക. എന്നിട്ട് ഇവിടുന്ന് 90ലേക്ക് നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഈ ബാക്കി ഭാഗം അങ്ങോട്ട് മായ്ച്ചാളാം. അപ്പോൾ ഇവിടെ 90ൻ്റെ ഇങ്ങനെ കേട്ടോ അളവ് എഴുതേണ്ടത്. ഇവിടെ 30 ഡിഗ്രി, ഇത് 5 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇനി അടുത്തൊരു ചിത്രം നോക്കിക്കേ. 6 സെൻറ്റിമീറ്റർ ആണ് നടുക്കുള്ള ആ ലൈന്. പിന്നെ മുകളിലേക്ക് 20, 4 വശത്തേക്കും 20 വേണം. അപ്പോൾ നമുക്ക് ആദ്യം 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചിട്ടുണ്ട്. ഇനി പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ഭാഗം നമുക്ക് 20 അടയാളപ്പെടുത്തണം. ഈ ഭാഗത്തേക്ക് വെക്കുമ്പോൾ ഇങ്ങോട്ടാണ് പോണത്. അപ്പം 0, 10, 20. അപ്പോൾ ഇവിടെ കുത്തിടുക. എന്നിട്ടത് യോജിപ്പിക്കുക. അത് നീട്ടി യോജിപ്പിക്കുക. അതിനുശേഷം മറുഭാഗത്ത് ഇവിടുന്നും 20 തന്നെയല്ല, ആ ഭാഗത്തും 20. അപ്പോൾ അത് ഇങ്ങോട്ടുള്ള 0 നിന്ന് 10, 20 ഇവിടെ ഒരു കുത്തിടുക. അത് ഇങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ 20 കിട്ടി, ഇവിടെയും 20 കിട്ടി. ഇനി അത് പോരല്ലോ, ഇനി താഴെ ഭാഗത്തും വേണം. അപ്പോൾ താഴെ ഭാഗത്ത് വേണമെങ്കിൽ ഇവിടെ തിരിച്ച് വെക്കുക പ്രൊട്രാക്ടർ. കറക്റ്റ് ആ ഒരു ലൈനൊക്കെ റെഡിയാക്കുക. അതിനുശേഷം ഈ ഭാഗത്തേക്കാണ് ലൈന് പോണത്. അപ്പോൾ ഇവിടെ ഉള്ള 0 നിന്ന് ഒരു 20 മാർക്ക് ചെയ്യുക. അതിനുശേഷം നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. ഇനി ഈ ഭാഗത്ത് പ്രൊട്രാക്ടർ വെക്കുക. അതിനുശേഷം ഇങ്ങോട്ടാണ് പോണത് അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള 0 നിന്ന് 20 അടയാളപ്പെടുത്തുക. അത് നേരെ ഇങ്ങോട്ട്. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗമൊക്കെ മായ്ച്ച് കളയാം. ഇവിടെയൊക്കെ നമുക്ക് മായ്ച്ച് കളഞ്ഞാൽ ഇവിടെ 20, ഇവിടെയും 20, ഇത് 6 സെൻറ്റിമീറ്റർ. ഇനിയുള്ളത് 5 സെൻറ്റിമീറ്റർ ഒരു വര വരച്ചിട്ട് 60 ഡിഗ്രി ഒരു ഭാഗമാണ് കോണ്, ഒരു ഭാഗം 120 ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്റർ അളവ് വരയ്ക്കണം. 5 സെൻറ്റിമീറ്റർ കേട്ടോ. 5 സെൻറ്റിമീറ്റർ ആണ് വരച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് 60 നോക്കേണ്ടത്. അപ്പം ഇവിടെ കറക്റ്റാക്കി വെച്ച് ഇവിടേക്ക് 0 അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് പോയി ഇവിടെ 60. അപ്പോൾ നമുക്ക് നീട്ടി അങ്ങോട്ട് വരയ്ക്കാം. ഇനി മറ്റേ വശത്ത് ഇവിടെ വെച്ചിട്ട് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ എത്ര വേണം? ഈ ഭാഗത്ത് 120. അപ്പോൾ ഇവിടെ ഉള്ള 0 നിന്ന് തുടങ്ങി ഇവിടെ 120ൽ പോയിട്ടൊരു കുത്തിടുക. അത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഇങ്ങനെ കിട്ടിയാൽ നമുക്കിവിടെ 3 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്കെയിൽ വെച്ച് നിങ്ങളിവിടെ 3 സെൻറ്റിമീറ്ററിൽ 2 ഭാഗം അടയാളപ്പെടുത്തുക. ഇവിടെയും 3 സെൻറ്റിമീറ്റർ കുത്തിടുക, ഇവിടെയും 3 സെൻറ്റിമീറ്റർ കുത്തിടുക, താഴെ നിന്ന് മുകളിലോട്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യിക്കുക. ബാക്കി ഭാഗം മായ്ച്ച് കളയുക കേട്ടോ. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലെടുക്കുന്നത്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം.